2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. യാസ്മിൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഫോർട്ട് കൊച്ചി സർക്കാർ ആശുപത്രിയിലേക്ക് പുസ്തകങ്ങൾ അടങ്ങിയ ഷെൽഫ് കൈമാറി. എഴുത്തുകാരൻ NK ലത്തീഫിന്റെ സ്മരണാർത്ഥം യാസ്മിൻ ഫൗണ്ടേഷൻ ഫോർട്ട് കൊച്ചി ഗവൺമെന്റ് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിക്ക് വായനാ ദിനത്തിൽ പുസ്തകങ്ങൾ ഉൾക്കൊള്ളുന്ന ഷെൽഫ് സമ്മാനിച്ചു. ആശുപത്രി അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TK അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത എഴുത്തുകാരനും സമസ്ത കേരള സാഹിത്യ പരിഷത്ത് പ്രസിഡന്റുമായ C രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പുസ്തക ഷെൽഫ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ K പ്രസന്നകുമാരി ഏറ്റുവാങ്ങി. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി സന്തോഷ് കുമാർ, സായാഹ്നക്കൂട്ടം പ്രസിഡന്റ് P ഹമീദ്, ഫൗണ്ടേഷൻ ചെയർമാൻ NKM ഷെരീഫ്, സെക്രട്ടറി ഫൗസിയ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. റീസെന്റ് ആയിട്ട് എഴുതിയിട്ടുള്ള ബുക്കൊക്കെ വളരെ നല്ല പുസ്തകങ്ങളാണ്. അത് കൂടാതെ തന്നെ എല്ലാവിധ ആരോഗ്യവും ഐശ്വര്യവും ഉണ്ടാവട്ടെ. ഇനിയും കൂടുതൽ എഴുതാൻ സാറിന് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇവിടെ ആശംസകൾ അറിയിക്കാൻ വന്നിട്ടുള്ള ബാക്കി എല്ലാവർക്കും പ്രത്യേകം വായനാ ദിനത്തിൻ്റെ ആശംസകൾ. കൂടുതലൊന്നും പറയാനില്ല. വായനയുടെ ഒരു പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തിൻ്റെ ഭാഗമായി ഡോക്ടർ PM പണിക്കരുടെ ചരമദിനമാണ് ജൂൺ 19. ജൂൺ 19 മുതൽ ജൂലൈ 7 വരെയുള്ള കാലഘട്ടത്തിൽ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ വായനാ പക്ഷാചരണമായിട്ടാണ് സംഘടിപ്പിച്ചു വരുന്നത്. നേരത്തെ രാധാകൃഷ്ണൻ സാർ പറഞ്ഞ പോലെ എല്ലാവർക്കും ഓരോ ഡേറ്റാണ്, അച്ഛൻ്റെ ഡേറ്റ്, അമ്മയ്ക്ക് ഡേറ്റ്. അതുപോലെ ആ ഒരു ദിവസത്തിൽ മാത്രം ഒതുങ്ങാതെ വായന നമ്മുടെ ഈ സമൂഹത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തും എന്നുള്ള കാര്യം വ്യക്തമായി അറിയാവുന്ന ഗ്രന്ഥശാല പ്രവർത്തകരാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ വായനയുടെ സന്ദേശം ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതിൻ്റെ ഒരു ഉത്തരവാദിത്വം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ജൂൺ 19 മുതൽ ജൂലൈ 7 വരെയുള്ള കാലയളവിൽ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള എല്ലാ പരിപാടികളും നടത്തുവാൻ ഗ്രന്ഥശാല സംഘം തയ്യാറാണ്. എല്ലാ ഗ്രന്ഥശാലകളും തയ്യാറാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി ചിന്തിച്ചുകൊണ്ട് ഒട്ടനവധി സംഘടനാ പ്രതിനിധികൾക്ക് പുസ്തകങ്ങൾ സമ്മാനിച്ചു. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.